കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലും കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ വണ്ടിപ്പെരിയാർ വരെയുള്ള പാതയിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാലിക്കൂട്ടങ്ങൾ വിഹരിക്കുകയാണ്. ഈ കാലിക്കൂട്ടങ്ങളിൽ ഭൂരിഭാഗത്തിനും ഉടമസ്ഥരുണ്ട്. എന്നാൽ വൈകുന്നേരം പോലും ഇവയെ ഇവർ വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിലടയ്ക്കാൻ തയ്യാറാകുന്നില്ല. ഇതുമൂലം ഈ കാലിക്കൂട്ടങ്ങൾ റോഡിലാണ് കിടക്കുന്നത്. രാത്രിയിലും പകലും ഒരുപോലെ കനത്ത മൂടൽമഞ്ഞ് ഇറങ്ങുന്ന ഒരു മേഖലയാണ്. കാലിക്കൂട്ടങ്ങൾ റോഡിൽ തമ്പടിക്കുന്നത് വാഹനയാത്രക്കാർക്ക് വലിയ അപകടക്കെണിയാണ് ഉണ്ടാക്കുന്നതും. നിരവധി അപകടങ്ങൾ കാലികളെ വാഹനം തട്ടി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ വാഹനമിടിച്ച് കാലികൾക്കും ഗുരുതര പരിക്കേൽക്കുകയും ചിലത് ചത്തുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അതിദാരുണമായ ഒരു കാഴ്ചയാണ് ഏലപ്പാറയ്ക്കും മേമലയ്ക്കുമിടയിൽ ഉണ്ടായത്. 2 വളർത്തു പശുക്കളാണ് വാഹനമിടിച്ച് ചത്തുപോയത്. പുലർച്ചെയാണ് സംഭവം. ലോറി, ബസ് പോലെയുള്ള വലിയ വാഹനങ്ങളാവാം ഇടിച്ചത് എന്നാണ് നിഗമനം. 2 പശുക്കളെ വാഹനം ഇടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിലവിൽ കാലാവസ്ഥയെ കൊണ്ടൊക്കെ നമുക്ക് ഇവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്നേരത്തെ ഈ വാഹനങ്ങൾക്ക് ഇത് അപകടമാകും. 2 ഇപ്പോൾ പശുക്കളാണ്. ഈ പശുക്കൾ തന്നെ ഇടിച്ച് അതിൽ അപകടപ്പെട്ടുവാണെങ്കിൽ വരുന്ന യാത്രക്കാർക്കും ചിലപ്പോൾ അപകടത്തിൽ കുടിയിൽ പോവുകയാണെങ്കിൽ അത് വളരെ ദുരിതത്തിലായിരിക്കും പോവുകയാണ്. പെട്ടെന്നുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അതിന് ഈ മൃഗങ്ങളെ വളർത്തുന്നവർക്ക് ഒരു ചെറിയ നിർദ്ദേശം കൊടുക്കുക. അവർ സ്വയം അവരുടെ തൊഴുത്തിൽ വളർത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും. ഏലപ്പാറ പഞ്ചായത്ത് പരിധിയിലാണ് സംഭവം. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 പശുക്കളെയും മറവ് ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ അലയുന്ന വളർത്തു പശുക്കളെ പിടികൂടാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഉടമകളെ കണ്ടെത്തി താക്കീത് ചെയ്യുകയും തുടർന്ന് വീണ്ടും ഇത് ആവർത്തിച്ചാൽ പശുക്കളെ പിടികൂടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൗണ്ട് നിർമ്മിച്ച് അവിടെ പാർപ്പിക്കണമെന്നുമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.